ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു നാടൻ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. പഴം പുളിശ്ശേരി, ഏത്തപ്പഴം പുളിശ്ശേരി, നേന്ത്രപ്പഴം പുളിശ്ശേരി എന്നൊക്കെ ഇത് അറിയപ്പെടും. അപ്പോൾ അതിനായി ഞാനിവിടെ നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ഇത് പഴുത്ത് പോകരുത്. ഇനി ഇത് തൊലി കളഞ്ഞ് രണ്ടായി മുറിച്ചതിന് ശേഷം ഇതിൻ്റെ കറുത്ത കുരുക്കൾ ഞാൻ മാറ്റിയെടുക്കുകയാണ്. മാറ്റിയെടുക്കണമെന്ന് നിർബന്ധമില്ല, കുരുക്കൾ മാറ്റാതെയും കട്ട് ചെയ്തെടുക്കാം. പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അത്യാവശ്യം എരിവുള്ള 3 പച്ചമുളക് കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. പഴം നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും അഥവാ നല്ല ജീരകവുമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നതാണ്. തൈരിന് പകരം വെള്ളം ചേർത്താലും മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്, അതിൽ വെള്ളം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ലിറ്റർ തൈര് ചേർക്കാം. കട്ടയിൽ നന്നായിട്ട് സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം ചേർക്കുക. മിക്സിയിൽ അടിച്ചെടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. തൈര് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. തൈര് നന്നായിട്ട് മിക്സ് ആകുമ്പോൾ നല്ലൊരു യെല്ലോ കളറാകും. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ കറിയൊന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പുളിശ്ശേരി തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 3 ചെറിയ ഉള്ളി വട്ടത്തിൽ ചെറുതായി അരിഞ്ഞതോട് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയുള്ളി ഇങ്ങനെ ചെറുതായി അരിഞ്ഞ് ചേർക്കുമ്പോൾ നമ്മൾ കടുക് വറുത്തതിന് നല്ലൊരു മണമാണ്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളിൽ നിന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കുകയാണ്. അത് ഒരു നിറത്തിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ പഴം പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കിയെടുക്കാൻ. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഏത്തപ്പഴം പുളിശ്ശേരി ഇഷ്ടപ്പെടും. അപ്പം മാമ്പഴം ഇല്ലാത്ത സീസണിൽ നമുക്ക് ഏത്തപ്പഴം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.